നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ അതീവ പ്രാധാന്യമുള്ള ഒരു മന്ത്രം പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹാർദമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ദാരിദ്ര്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തത് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൊഴിലിൽ പുരോഗതി കൂടി ഉണ്ടായാൽ നല്ല ഒരു ജീവിതം കൈവരിക്കാൻ ആ വ്യക്തികൾക്ക് സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഉപാസിക്കാവുന്ന ഒരു ദേവതയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമന രൂപം. വാമന ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ആരോഗ്യവർദ്ധനവും ദാരിദ്ര്യശമനവും തൊഴിൽ പുരോഗതിയും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി വാമനന്റെ അതിപ്രത്യേകത നിറഞ്ഞ ഒരു രൂപമുണ്ട്. അതാണ് ദതി വാമന രൂപം. വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിട്ടാണ് തന്ത്രശാസ്ത്രത്തിലും പുരാണങ്ങളിലും ഭഗവാന്റെ ഈ ദതി വാമന രൂപത്തെ പറയുന്നത്. പുരാണപ്രകാരം ഭഗവാൻ വലത് കൈയിൽ തൈര് ചേർത്ത ചോറും ഇടത് കൈയിൽ ജലമടങ്ങിയ സ്വർണ്ണ കലശവും ധരിച്ച് പത്മാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ നിൽക്കുന്ന ഭാവത്തിലുമുണ്ട്. അദ്ദേഹം പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ളവനായും വെള്ള വസ്ത്രം ധരിച്ചവനായും വർണ്ണിക്കപ്പെടുന്നു. ഭഗവാന്റെ ഈ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നാം നേരത്തെ പ്രതിപാദിച്ച ആവശ്യങ്ങൾക്കായിട്ട് ഭഗവാനെ ഉപാസിക്കാൻ. എല്ലാ ദിവസവും ഉപാസിക്കുന്നത് നല്ലതാണ്. അതിന് സാധിക്കാത്തവർ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാനെ ഇപ്രകാരം ഉപാസിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആദ്യത്തെ കാലഹൊര, അതായത് വ്യാഴത്തിന്റെ കാലഹൊര, സൂര്യോദയം മുതൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലുള്ള സമയത്ത് വേണം ഭഗവാന്റെ ഈ ദതി വാമന രൂപത്തെ പ്രാർത്ഥിക്കുവാൻ. അതേപോലെ തന്നെ ബുധകാലഹോരയിലും ബുധനാഴ്ച ദിവസം ജപിക്കുന്നതും ശുഭപ്രദമായി പറയുന്നുണ്ട്. ബുധന്റെ അതിദേവത എന്ന് പറയുന്നത് അവതാര വിഷ്ണു തന്നെയാണ്. ബുധനാഴ്ച ദിവസം സൂര്യോദയം മുതലുള്ള ആദ്യത്തെ 1 മണിക്കൂർ. സമയക്കുറവുള്ളവർക്ക് ഒരു ദിവസം 5 പ്രാവശ്യം ജപിച്ചാൽ മതിയാകും. കൂടുതൽ സമയമുള്ളവർക്ക് 5ന്റെ ഗുണിതങ്ങളായിട്ട് കൂടുതൽ തവണകളിൽ ജപിക്കാം. അല്ലെങ്കിൽ 9 തവണ ജപിക്കാം. അതല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങളായി 108 അതിലധികമോ ഒക്കെ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രത്തെ ദതി വാമന മന്ത്രം എന്നും മഹാബല ഗോപാല മന്ത്രം എന്നും പറയുന്നുണ്ട്. നമുക്ക് ആരോഗ്യവർദ്ധനവിനും ദാരിദ്ര്യശമനത്തിനും തൊഴിൽ പുരോഗതിക്കുമായിട്ട് ജപിക്കാവുന്ന ഈ മഹാബല ഗോപാല മന്ത്രം അഥവാ ദതി വാമന മന്ത്രത്തെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം നമോ വിഷ്ണവേ സുരപതയേ മഹാബലായ സ്വാഹ. 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 ഇപ്രകാരം ശുദ്ധവൃത്തിയോടുകൂടി, ഭക്തിയോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, അതിലുപരി വിശ്വാസത്തോടുകൂടി ഈ ദതി വാമന രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ മന്ത്രത്തെ കൃത്യമായി ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ പുരോഗതിയും ആരോഗ്യവർദ്ധനവും ദാരിദ്ര്യശമനവും ഉറപ്പായിട്ടുണ്ടാകുന്നതാണ്. മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മന്ത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.